ഹെൽമെറ്റ് ധരിച്ചുകൊണ്ട് മാത്രം വാഹനം ഓടിക്കാൻ ശ്രദ്ധിക്കുക. യൂസ് ഇയർഫോൺ ഫോർ ബെറ്റർ എക്സ്പീരിയൻസ്. സ്വാഗതം. ഇന്ന് സംസാരിക്കേണ്ടത് ബജാജിന്റെ പുതിയ NS400 C എന്ന് പറഞ്ഞ വേരിയന്റ് ലോഞ്ച് ആയിട്ടുണ്ട്. അപ്പൊ അതിനെപ്പറ്റി ചില കാര്യങ്ങൾ പറയണമെന്ന് തോന്നി. ചിലരെന്നോട് ചോദിച്ചു അതിനെപ്പറ്റി. ആ ചോദിച്ചതിന്റെ വെളിച്ചത്തിലാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. ഡിസൈൻ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ കൂടെയുള്ള പലർക്കും ഇതിന്റെ ഡിസൈൻ ഇഷ്ടപ്പെട്ടിട്ടില്ല. കാര്യം NS-നെ അടിസ്ഥാനമാക്കിയാണ്. NS-ന്റെ വേരിയന്റ് തന്നെയാണ് പൊതുവെ ബജാജ് ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചാൽ ഇപ്പൊ പുതിയൊരു CC-യിൽ ഒരു സാധാരണ 400 cc-യിലൊക്കെ ഒരു മോട്ടോർ സൈക്കിൾ ലോഞ്ച് ചെയ്യുമ്പോൾ പുതിയൊരു ബ്രാൻഡിങ് പുതിയൊരു ഡിസൈനിലുമായിട്ട് അവർ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അത് ഇത് നേരെ വിപരീതമായിട്ട് NS ബ്രാൻഡിങ്ങിലാണ് ഈ മോഡൽ കൊണ്ടുവന്നത്. ഡിസൈനും NS-ഉമായിട്ട് ഏകദേശം സിമിലർ തന്നെ. NS-നെ അടിസ്ഥാനമാക്കിയാണ് ഈ മോഡൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബജാജിന്റെ ഏതെല്ലാം പൾസർ വേരിയന്റ് ഉണ്ടോ അതെല്ലാം ഈ ഇവന്റിൽ കാണിക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് എല്ലാ പൾസറിലോട്ടൊരു എത്തിനോട്ടവും തിരിഞ്ഞു നോട്ടവും സാധിക്കുന്നതാണ്. അങ്ങനെ ഫൈനലി ബിഗ്ഗസ്റ്റ് പൾസർ എവർ എന്ന് പറഞ്ഞ ഇവന്റിൽ ഒരു ബിഗ്ഗസ്റ്റ് പൾസർ കാണിച്ചിരിക്കുകയാണ്. ഡോമിനോറും പൾസർ NS C400 കമ്പയർ ചെയ്യും. ഡോമിനോർ ഒരു ഊതി വീർപ്പിച്ച ബലൂണാണ്. NS 400C ആണെങ്കിൽ പകുതി കാറ്റ് കളഞ്ഞ എങ്ങനെ ഉണ്ടാവും? ഇതാണ് അവസ്ഥ. ഒതുങ്ങിയതും സ്ലീക്ക് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് കമ്പനി നൽകിയിരിക്കുന്നത്. NS-നെ ഡിസൈനെ അടിസ്ഥാനമാക്കി ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഡിസൈൻ. പൾസർ ബ്രാൻഡിങ്ങിൽ പുതിയൊരു ഡിസൈനിൽ പുതിയൊരു സീരീസും കൂടി ബജാജ് ഓപ്പൺ ചെയ്യുന്നതാണ് പ്രതീക്ഷിച്ചത്. സത്യം പറഞ്ഞ 200 400 പാർട്സുകൾ കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആകെ 200 ഹെഡ്ലൈറ്റ് മാത്രം മാറ്റിയാൽ മതി. 200 ഏതാ 400 ഏതാന്ന് തിരിച്ചറിയില്ല. ആപ്പിളിനെ പോലെ ഇവന്റിൽ തള്ളലിന് ഒരു കുറവുണ്ടായിരുന്നില്ല. ഇവര് പല ഫീച്ചറിനെ പറ്റി തള്ളുമ്പോൾ, അതായത് മറ്റ് ബ്രാൻഡുകളൊന്നും ഇങ്ങനെയുള്ള ഫീച്ചറുകളൊന്നും തരാത്ത പോലെ ഫസ്റ്റ് ക്ലാസ് ആയിട്ട് ഇവർ നൽകിയ പോലെയാണ് പറയുന്നത്. കൈയുടെ എക്സ്പ്രഷനും ഏതാണ്ട് അതേപോലെയൊക്കെ തന്നെയായിരുന്നു. പിന്നെ 125 cc പൾസർ അല്ലല്ലോ ഇറക്കണം, 400 അല്ലേ, കുറച്ച് തള്ളൊക്കെ ആവാം കമ്പനി ചെയ്തിരിക്കുന്നത്. പിന്നെ ഡിസൈൻ എടുത്തു പറയത്തക്ക ഒന്നുമില്ല. ബാക്ക് പോസ്റ്റ് നോക്കിയാൽ സെയിം ആ ബജാജിന്റെ ഐക്കോണിക് പോലത്തെ ആ ലൈറ്റ് ഉണ്ടെന്ന് ചോദിച്ചു ചോദിക്കുക. വേറെ വ്യത്യാസമൊന്നും ഇല്ല, ആ സെയിം ഡിസൈൻ തന്നെ. ഫ്രണ്ടിലായാലും ഫ്രണ്ടിലൊരു പ്രൊജക്ടർ ഹെഡ്ലാമ്പ് നൽകിയെന്ന് ചോദിച്ചു ചോദിച്ചാൽ, അതായത് പുതിയ പൾസറിന്റെ N250 ഫ്രണ്ടിലെ ഹെഡ്ലൈറ്റ്. ഇതിന്റെ ആ സെയിം ഫ്രണ്ടിലിരിക്കുന്ന പ്രൊജക്ടർ ഹെഡ്ലാമ്പ് തന്നെയാണ് NS C400 കമ്പനി യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഡിസൈനിനെ പറ്റി പറയുകയാണെങ്കിൽ ഡിസൈൻ ഭയങ്കര ബജാജ് ഡിസൈൻ ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്ത ഒരു ഡിസൈനാണ്. ഈ വണ്ടി നേരിട്ട് കാണുമ്പോൾ എങ്ങനെയാണെന്നറിയില്ല. പിന്നെ ഇത് കണ്ട് നമുക്ക് ഡിസൈനിനോട് ഇഷ്ടം തോന്നും. നമ്മളൊരു സാധനം ഇങ്ങനെ എപ്പോഴും കണ്ടു കഴിഞ്ഞാൽ നമുക്കത് കുഴപ്പമില്ല എന്ന് തോന്നി നമ്മളെ അക്സെപ്റ്റ് ചെയ്യും. അങ്ങനെ ഒരു മനോഭാവമാണ് പൊതുവിൽ എല്ലാവർക്കും ഉള്ളത്. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. ഇത് കണ്ടുകൊണ്ട് ഇഷ്ടപ്പെടും. ബജാജ് പൊതുവെ ബജാജിന്റെ വണ്ടിയൊക്കെ നല്ല കിടിലായിട്ട് ഡിസൈൻ ചെയ്യുന്നതാണ്. പക്ഷേ ഇതെന്തോ ഇതിന്റെ ഡിസൈന് അങ്ങനെ ഒരു 400 cc മോട്ടോർ സൈക്കിളിൽ പറ്റിയൊരു ഡിസൈനായിട്ട് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. സാധാരണ ബജാജിൽ പുതിയൊരു മോഡൽ കൊണ്ടുവരുമ്പോൾ, പുതിയൊരു എഞ്ചിൻ വെച്ച് കൊണ്ടുവരുമ്പോൾ അത് നല്ല ഭംഗിയായിട്ട് അത് ഡിസൈൻ ചെയ്യാറുണ്ട്, എല്ലാ ഈച്ച് ആൻഡ് കോർണർ. പക്ഷെ ഇവിടെ അത് കാണാനായിട്ടില്ല. ഇത് NS-നെ അടിസ്ഥാനമാക്കി അവർ ചെയ്തൊരു മോഡലിന് ഊരി വേറെ ഒന്നുമില്ല. ഇപ്പൊ ബാക്ക് ലൈറ്റ് ആയാലും NS-ന്ന് കടമെടുത്തൊരു ഡിസൈൻ തന്നെയാണ്. ഇവന്റിൽ ഇവർ അപ്ഡേറ്റ് ചെയ്ത എല്ലാ പൾസർ മോഡൽ സീരീസും കാണിച്ചിരുന്നു. ചില മോഡലുകളൊക്കെ ചെറിയ ഡിസൈൻ ചേഞ്ചുകൾ വരുത്തിയിട്ടുണ്ട്. കമ്പനി നൽകിയിരിക്കുന്ന അപ്ഡേഷൻ സെമി ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് കൺസോളിന് പകരം ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് കൺസോൾ ആണ് കമ്പനി നൽകിയിരിക്കുന്നത്. ഇങ്ങനെ ഒരു 400 cc പൾസർ കൊണ്ടുവരാനുള്ള കാര്യം അവർക്ക് കോമ്പറ്റീഷൻ കൂടി. കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ ഡ്യൂക്ക് അപ്ഡേറ്റ് ചെയ്ത് വന്നു. ഡ്യൂക്കിന്റെ പുതിയ 399 cc ഡ്യൂക്ക് ലോഞ്ച് ആയിട്ടുണ്ട്. അതിന്റെ ബുക്കിംഗ് സ്റ്റാർട്ടായി. അപ്പാച്ചിയുടെ 310 cc എഞ്ചിൻ വെച്ചുള്ള നേക്കഡ് അപ്പാച്ചി റോഡ് ലീഗലും ട്രാക്ക് ലീഗലും ആയിട്ടുള്ള, അതായത് ട്രാക്ക് ലീഗലായിട്ടുള്ള ഒരു വണ്ടി റോഡ് ലീഗലായിട്ട് കിട്ടിയ എങ്ങനെ ഉണ്ടാവും, ആ സാധനം വന്നിരിക്കുന്നത് കൊണ്ടാണ് ഒരു പുതിയ ബജാജിന്റെ പൾസർ
ചെയ്യാനായിട്ടുള്ള ഒരു തീരുമാനത്തിലോട്ട് എത്തിയത്. അല്ലാണ്ട് അവരെ പ്ലാൻ ചെയ്തിട്ടൊന്നും അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് വരുന്നു, അതാണ് ഇത്ര പെട്ടെന്ന് അവർ ലോഞ്ച് ചെയ്തത്. ഇല്ലെങ്കിൽ കുറച്ചുകൂടിയൊക്കെ ഡിലേ വന്നേനെ. ഇത് പ്രോപ്പറായിട്ട് ടെസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ അങ്ങനെ കിട്ടിയിട്ടില്ല. പലഫീൽഡ് ടെസ്റ്റ് ചെയ്യുന്നവർക്കൊരു പ്രോപ്പർ ഒരു ടെസ്റ്റ് ചെയ്യുന്നതോ ലീക്കായിട്ടോ ഒന്നും നമുക്ക് ലഭിച്ചിട്ടില്ല. പിന്നെ ടെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒന്നുകൊണ്ട് യൂസ് ചെയ്തിരുന്ന സെയിം എഞ്ചിൻ തന്നെയാണ് ഇത് യൂസ് ചെയ്തിരിക്കുന്നത്. അതൊരു പ്രൂവൺ ആയിട്ടുള്ളൊരു എഞ്ചിനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വേറെ ടെസ്റ്റിങ്ങോ കാര്യങ്ങളോ എഞ്ചിനിൽ വലിയ കാര്യമായിട്ടുള്ള ടെസ്റ്റിങ്ങിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടായിരിക്കാം കമ്പനി കൂടുതൽ ഇപ്പൊ ലോഞ്ച് ആയതിനു ശേഷം കൂടുതൽ ടെസ്റ്റിംഗ് നടത്തുന്നതിനെ പറ്റി വ്യക്തമായ ധാരണയില്ല. ഡോമിനോറിൽ യൂസ് ചെയ്യണ 374 cc സെയിം എഞ്ചിൻ തന്നെ 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ് നൽകിയിരിക്കുന്നത്. എഞ്ചിനെ പറ്റി പറയാനാണെങ്കിൽ KTM ഡ്യൂക്കിൽ വന്ന പഴയ എഞ്ചിനെ അടിസ്ഥാനമാക്കി ബജാജ് ഡെവലപ്പ് ചെയ്ത എഞ്ചിനാണ്. എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന KTM ഡ്യൂക്കിൽ വന്ന 398 cc എഞ്ചിനാണ് ഡോമിനോർ നൽകിയ അതേ സെയിം എഞ്ചിൻ തന്നെയാണ് കമ്പനി നമുക്ക് നൽകിയത്. ബൈക്കിന്റെ പവർ വെച്ച് കഴിഞ്ഞാൽ 40 PS അറ്റ് 8000 RPM ആണ്. ടോർക്ക് വെച്ച് 35 Nm അറ്റ് 6500 RPM ആണ്. ഇവന്റിൽ ബിഗ്ഗസ്റ്റ് പവർ ആൻഡ് ടോർക്ക് എന്നൊക്കെ തള്ളിയിട്ടുണ്ട്. പൾസർ സീരീസിലായിരിക്കും കാര്യം അവർ ഇറക്കി വെച്ച ഏറ്റവും പവർ ആൻഡ് ടോർക്കുള്ള മോട്ടോർ സൈക്കിൾ ഇതാണ്. 154 കിലോമീറ്ററാണ് വണ്ടിയുടെ ടോപ്പ് സ്പീഡ് വരുന്നത്. മോശമില്ലാത്തൊരു ടോപ്പ് സ്പീഡും കമ്പനി നൽകിയിട്ടുണ്ട്. എന്തായാലും കേരളത്തിൽ ടെസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം റൈഡ് ബൈ വയറും ഇലക്ട്രോണിക് ത്രോട്ടലുമാണ് കമ്പനി നൽകി. ഇതിനകത്ത് കമ്പനി 4 റൈഡിംഗ് മോഡുകളും നൽകിയിരിക്കുന്നു. റൈഡിംഗ് മോഡിനനുസരിച്ച് ABS-ലും പവറിലും വ്യത്യാസം വരുന്നതാണ്. എന്തായാലും ഏതൊക്കെ റൈഡിംഗ് മോഡുകളാണെന്ന് ഇപ്പോൾ എടുത്ത് പറയുന്നില്ല, വണ്ടി ഓടിക്കുന്ന സമയത്ത് നിങ്ങളെ കാണിച്ചു തരുന്നതാണ്. നാവിഗേഷൻ പോലുള്ള കണക്റ്റിംഗ് ഫീച്ചർ വെച്ചിട്ട് സെമി LCD ഡിസ്പ്ലേ കമ്പനി നൽകിയിരിക്കുന്നു. സ്വിച്ചബിൾ ട്രാക്ഷൻ കൺട്രോൾ ഫീച്ചറും ഇതിനകത്ത് വരുന്നുണ്ട്. ഫീച്ചർ പൾസർ എക്സ്ക്ലൂസീവ് ആണ്. ഇതൊന്നും മറ്റു മോട്ടോർ സൈക്കിളിൽ ഇല്ല കേട്ടോ. പക്ഷെ കോർണറിംഗ് ABS കമ്പനി നൽകിയിട്ടില്ല. സേഫ്റ്റിക്ക് മുൻഗണന നൽകിയെന്ന് പറഞ്ഞു. അപ്പൊ കോർണറിംഗ് ABS കൂടി കമ്പനിക്ക് നൽകാമായിരുന്നു. എനിക്ക് തോന്നിയ കാര്യമാണ്. ഡോമിനോറിൽ വന്നിരിക്കുന്ന 320 അതേ ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കാണ് നൽകിയിരിക്കുന്നത്. ഡോമിനോറിൽ വന്നിരിക്കുന്ന അതേ 220 mm ബാക്ക് ഡിസ്ക് ബ്രേക്കാണ് നൽകിയിരിക്കുന്നത്. ഇതൊക്കെ ആണെങ്കിൽ കൂടി ബ്രേക്കിംഗ് ഇംപ്രൂവ് ആക്കിയിട്ടുണ്ടാവും കമ്പനി. ഇത് സേഫ്റ്റി ഫീച്ചറായിട്ട് ഡ്യുവൽ ചാനൽ ABS സ്റ്റാൻഡേർഡായി നൽകി. ഫ്രണ്ടിൽ 5 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ടച്ചും ബ്രേക്കുമാണ് നൽകിയിരിക്കുന്നത്. ടയർ വരുന്നത് ഫ്രണ്ടിൽ കമ്പനി നൽകിയത് 110/70/17, റിയറിൽ വരുന്ന 140/70/R17. വണ്ടിയുടെ ഭാരം വരുന്നത് 174 കിലോഗ്രാം ആണ്. വണ്ടിയുടെ സീറ്റ് ഹൈറ്റ് 807 mm ആണ്. 168 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് പറയുന്നത്. അപ്പൊ ഇതൊക്കെയാണ് NS 400C കളറുകൾ. പൗസ് ചെയ്ത് നോക്കിക്കോ നിങ്ങൾ. ഹെഡ്ലൈറ്റിൽ കമ്പനി യൂസ് ചെയ്തിരിക്കുന്ന LED പ്രൊജക്ടർ ഹെഡ് ലാമ്പ്. ആദ്യമായിട്ട് കമ്പനി അസാർ ലൈറ്റ് കൊണ്ടുവന്നിരിക്കുകയാണ് പൾസർ സീരീസിൽ. ഇത് വളരെ സന്തോഷകരവും ആനന്ദകരവുമായ ഒരു വാർത്തയാണ്. 12 ലിറ്ററാണ് ടാങ്ക് കപ്പാസിറ്റി തന്നെ. ഇതൊരു ഡീസന്റ് ടാങ്ക് കപ്പാസിറ്റി ആണ്. ഇത്രയും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള 400 cc മോട്ടോർ സൈക്കിൾ 12 ലിറ്റർ കൊടുക്കാന്ന് വെച്ചാൽ വലിയ കാര്യമാണ്. വണ്ടിയുടെ ഹാൻഡിലിംഗിനും പെർഫോമൻസിനായിട്ട് 43 mm USD ഫോർക്ക്, ഗോൾഡൻ USD ഫോർക്ക് വണ്ടി നൽകിയിരിക്കുന്നു. ബാക്കിൽ കമ്പനി പ്രീലോഡ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള മോണോഷോക്ക് സസ്പെൻഷൻ ആണ്. ബജാജ് ഈ 400 cc മോട്ടോർ സൈക്കിളിൽ ലക്ഷ്യം വെക്കുന്ന ഇന്ത്യൻ മാർക്കറ്റ് മാത്രമല്ല വിദേശ മാർക്കറ്റിൽ ഇറങ്ങാൻ പോകുന്ന മോട്ടോർ സൈക്കിളാണ്. കുറച്ചുകൂടി ഒരു കിടിലൻ ഡിസൈൻ കമ്പനി ഇതിന് നൽകാമായിരുന്നു. ബജാജിന്റെ ആൾക്കാർ സ്റ്റണ്ണിംഗ് ലുക്ക്, സ്ട്രൈക്കിംഗ് ലുക്ക് എന്നൊക്കെ പറഞ്ഞ് തള്ളുണ്ട്. വണ്ടി നേരിട്ട് കണ്ടെങ്കിൽ മാത്രമാണ് ലുക്കിന്റെ യഥാർത്ഥ രൂപം എനിക്ക് നൽകാൻ സാധിക്കും. ലുക്ക് ഒരു സെക്കൻഡറി ആയിട്ട് ഓവറോൾ പാക്കേജ് ഈസ് ഗുഡ്. വിലയെ പറ്റി സംസാരിക്കാനാണെങ്കിൽ ഇൻട്രോഡക്ടറി ഓഫർ പ്രൈസ് ആയ ഡൽഹി എക്സ് ഷോറൂം പ്രൈസ് 1.85 lakhs വണ്ടി വിൽക്കാൻ പോകുന്നത്. 5000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ജൂണിൽ എന്തായാലും വണ്ടിയുടെ ഡെലിവറി സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഈ ലിമിറ്റഡ് ഓഫർ പല കമ്പനിക്കാരും ചെയ്തിട്ടുള്ള തന്ത്രമാണ്. ഇനിഷ്യൽ ബുക്കിങ്ങുകൾ കൂടുതൽ കാണിക്കാൻ വേണ്ടിയുള്ള തന്ത്രമാണിത്. ഫസ്റ്റ് ബുക്കിംഗ് നല്ലോണം വണ്ടിക്ക് കിട്ടും. ഇനിഷ്യൽ ബുക്കിംഗ് കൂട്ടാനുള്ള തന്ത്രമാണിത്. കാര്യം ഈ റേറ്റിന് ഒരു 400 cc മോട്ടോർ സൈക്കിൾ കിട്ടുമ്പോൾ നമ്മൾ ആരായാലും ചാടി വീഴും. ആദ്യത്തെ എത്ര കസ്റ്റമേഴ്സിന് ഇത് കിട്ടും എന്നുള്ളതിനെ പറ്റി ഷോറൂമിൽ അന്വേഷിച്ചെങ്കിൽ ക്ലാരിറ്റി കിട്ടുള്ളൂ. മാസത്തെ ഓഫറാണോ ഇതെല്ലാം അറിയണമെങ്കിൽ ഷോറൂമിൽ പോയി അന്വേഷിക്കണം. ഈ അവസരത്തിൽ ഷോറൂമാരും നല്ല രീതിയിൽ നമ്മളെ മുതലെടുക്കും. സാറേ അടുത്ത മാസം തൊട്ട് വണ്ടിക്ക് നല്ല രീതിയിൽ പ്രൈസ് ഹൈക്ക് ഉണ്ടാവും, ഇപ്പൊ മേടിച്ചു കഴിഞ്ഞാൽ ഇത് നല്ലൊരു ഡീലാന്ന് പറയും. എനിക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, നിങ്ങളൊരു പൾസർ ആരാധകനാണ്, പൾസർ എടുക്കണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഒരാളാണെങ്കിൽ ഇതൊരു നല്ലൊരു ഡീലാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ മോട്ടോർ സൈക്കിൾ ബുക്ക് ചെയ്യാം. NS 200 യൂസ് ചെയ്യുന്നവർക്ക് അപ്ഗ്രേഡ് ചെയ്യാം. അല്ലാത്ത ആൾക്കാരാണെങ്കിൽ വണ്ടിയുടെ ടെസ്റ്റ് ഡ്രൈവിനായിട്ട് വെയിറ്റ് ചെയ്യുക. അതിന്റെ ഫീഡ്ബാക്ക്, അതിന്റെ എക്സ്പീരിയൻസ് ഒക്കെ നോക്കിയിട്ട് എടുക്കാൻ നോക്കുക. ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയാനായിട്ടുള്ളൂ.
നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് വീഡിയോ ചെയ്യാൻ പ്രചോദനം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കൂടുതൽ ആൾക്കാരിലോട്ട് വീഡിയോ എത്തിക്കാൻ ശ്രമിക്കുക. വീഡിയോ കാണുന്ന എല്ലാ ആൾക്കാരും ചെയ്യേണ്ട കാര്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, RC മീഡിയ ഫോളോ ചെയ്യുക.